ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ ചാനലിൻ്റെ പേര് ഞാൻ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യുകയാണ്. ഞാൻ കിച്ചൺ എന്നുള്ളത് ഞാൻ ഫുഡീസ് എന്നാക്കുകയാണ്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ്. അതായത് മുരിങ്ങയില ചെറുപയർ തോരൻ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. തോരന് വേണ്ടി ഞാനിവിടെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ചെറുപയറാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇത് 2 മണിക്കൂറോളം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചാണ്. പിന്നെ മുരിങ്ങയില, അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. നന്നായി കഴുകി ക്ലീൻ ചെയ്ത് വെച്ചതാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, പിന്നെ മുളക് ഞാൻ വെളുത്ത മുളകാട്ടം എടുത്ത് വെച്ചിരുന്നത് 2 എണ്ണം കീറി വെച്ചിട്ടുണ്ട്. അത് എരിവനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും. ഇനി ഈ കുതിർത്ത് വെച്ച ചെറുപയർ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ടൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് പയറിന് വേണ്ടി മാത്രമുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട, കാരണം നമ്മളിത് കുതിർത്ത് വെച്ച ചെറുപയറാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പാകത്തിന് തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാടൊന്നും ഒഴിക്കേണ്ട. ഒരു 2 വിസിൽ അടുപ്പിച്ചാൽ മതി. ഇത് അപ്പോഴത്തേക്കും വെന്ത് കിട്ടും. പിന്നെ കുതിർക്കാതെ തന്നെ നമുക്ക് വേണേൽ വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചധികം നേരം എടുക്കുമെന്നുള്ളൂ. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം. 2 വിസിൽ മതി കേട്ടോ. ഇതാ ചെറുപയർ വെന്തിട്ടുണ്ട്, നന്നായി വെന്തിട്ടുണ്ട്. ഇനി തോരൻ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ചതച്ച് വെച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ പച്ചമുളകല്ല, ഞാൻ വെളുത്ത മുളകാട്ടോ എടുത്തേക്കുന്നത്. കാന്താരീൻ്റെ കുറച്ച് വലിയ മുളകാണിത്. പിന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ചെറുതായിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം. പിന്നെ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. നമ്മൾ ചെറുപയറിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് അധികം ഉപ്പിട്ട് കൊടുക്കരുത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മുരിങ്ങയിലയ്ക്ക് അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ആവും. ഒരുപാട് നേരം ഇത് കുക്ക് ചെയ്യരുത്. കുക്ക് ചെയ്തിട്ടുണ്ട് ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ ഇതൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ഇതിലേക്ക് ചെറുപയർ ഇട്ട് കൊടുക്കാം. ഞാൻ അതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞിരുന്നു. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചെറുപയറും മുരിങ്ങയിലയും കൂടെ ഒന്ന് നന്നായിട്ട് യോജിച്ച് കിട്ടിയാൽ മതി. അതിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഇളക്കുമ്പോഴത്തേക്കും വേഗം വറ്റിക്കോളും. അപ്പം നമ്മുടെ മുരിങ്ങയില ഏകദേശം റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്. അപ്പം നമുക്കിനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നൊരു തോരനാണിത്. ചെറുപയറൊന്ന് ജസ്റ്റ് വേവിച്ചെടുത്താൽ മാത്രം മതി. മുരിങ്ങയിലയ്ക്കൊന്നും അധികം വേവില്ല, പെട്ടെന്ന് തന്നെ ആവും മുരിങ്ങയില ഇട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ ഹെൽത്തിയാണ്. അപ്പം പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.